സത്യേട്ടന് സ്റ്റേഷനിൽ പോകുന്നില്ലേ? മണി 9 എന്താണെന്നറിയില്ല പക്ഷേ എനിക്ക് നല്ല തലവേദന. തലവേദനയോ? എന്തു പറ്റി? എന്താണെന്നറിയില്ല, എഴുന്നേറ്റപ്പോൾ മുതലേ ഭയങ്കര തലവേദന. ഓ, ഞാനൊന്ന് ലീവ് എടുത്താലോ എന്ന് ആലോചിക്കുക. ലീവോ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് സത്യേട്ടൻ 3 or 4 തവണയാ ലീവ് എടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള സത്യേട്ടന് ഒരു ചെറിയ തലവേദനയുടെ പേരിൽ ലീവ് എടുക്കാനോ? ചെറിയ തലവേദന എന്ന് ആര് പറഞ്ഞു? തല മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് വേദന എടുക്കുക. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഓ, ഇന്ന് സത്യേട്ടൻ ഇരി, ഞാനിപ്പോ വരാം. ആ സാറേ, ഓ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സാറിന് മറ്റേ ദിവാകരൻ അറിയാമോ? ദിവാകരന് ഓർമ്മയില്ലേ? എന്ത് ചോദ്യമാണോ കുഞ്ഞത്? ഈ നാടിനെ കിടുകിട പറപ്പിച്ച റൗഡിയല്ലേ അവനെ? ഞാനല്ലേ ഒന്ന് പൊക്കി അകത്തിട്ടേ. അന്ന് ഞാൻ അവനെ പൊക്കിയത് അറിഞ്ഞിട്ട് DYSP സാറല്ലേ നമ്മുടെ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്താ അറിയാമോ? സത്യപാലൻ, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അന്ന് കോടതി അവനെ ശിക്ഷിച്ചറിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ പൗരസമിതി എനിക്കൊരു സ്വീകരണമൊക്കെ ഒരുക്കി. പോലീസുകാർക്ക് ഈ സ്വീകരണത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോയി. അതറിയാം, പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു പൊൻതൂവലാണത്. ഇവിടെ വേറെ ഏത് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടോ അത് പറയാൻ അങ്ങനെ ഒരു സംഭവം? അത് ശരിയാണ്. എൻ്റെ പൊക്കുഞ്ഞെ, അത് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് അവനെ ശിക്ഷിച്ചിട്ട് അവൻ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയം ഞാൻ പുറത്തേക്കുക. ഇറങ്ങിയിട്ട് അവൻ എന്നെ ഇങ്ങനെ ഒരു നോട്ടം, കണ്ണെല്ലാം ചുമന്ന് പല്ലെല്ലാം കടിച്ചു പിടിച്ചിട്ട് ഒരു ഡയലോഗ്. സാറേ, ഈ ദിവാകരൻ തിരിച്ചു വരുന്ന ദിവസം സാറിൻ്റെ അന്ത്യമായിരിക്കുന്നു. പക്ഷേ ചുറുചുറുക്കും ഉഷാറുമുള്ള പോലീസുകാരോട് കളിച്ചാൽ എന്താ സംഭവിക്കുന്നുള്ള അവനെന്നത് മനസ്സിലായി. അല്ലേ? ഇപ്പം എന്താ അവൻ്റെ കാര്യം പറയാം? ദിവാകരൻ പരോളിന് ഇറങ്ങി സാറേ. എപ്പോ? ഇന്ന് രാവിലെ CEO ഓഫീസിലെ തോമസ് സാറാ പറഞ്ഞത്. എന്നിട്ട് എങ്ങോട്ടാണ് പോയെന്നൊരു പിടുത്തമില്ല. പക്ഷേ ടൗണിൽ ചെരുപ്പ് നടത്തുന്ന ചന്ദൻ്റെ അടുത്ത് സാറിൻ്റെ അഡ്രസ്സ് ചോദിച്ചു. എന്തിന്? അവന്റെ കളി തീർന്നിട്ടില്ല സാറേ. സംഗതി പ്രശ്നമാണ്. എന്ത് പ്രശ്നം? അല്ല, അവൻ പണിയും സാറേ. ഒരു പ്രശ്നമില്ല. അപ്പോൾ പോലീസുകാരോട് കളിച്ചാൽ എന്താണെന്നുള്ള അവൻ ഇനിയും അറിയും. സത്യേട്ടാ, ഗുളിക ഇത് കഴിച്ച തലവേദന പമ്പ് കിടക്കും. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ പോവാ. നിനക്കെന്റെ സ്റ്റേഷനിൽ പറഞ്ഞു വിട്ടാലേ പറ്റുള്ളൂ. ഞാൻ ഒരു ദിവസം ലീവ് എടുത്താൽ എന്താ കുഴപ്പം? എന്നാ പിന്നെ സ്റ്റേഷനിൽ പോണ്ട, ഗുളിക കഴിച്ചൂടെ? എനിക്ക് വേണ്ട, നീ ഒന്ന് പൊക്കേ. തലവേദന മാറണ്ടേ? ഓ അർച്ചേ, നീ പോയി ഒരു ചായ ഇട്ടുണ്ടാ, ചിലപ്പോ അത് കുടിക്കുമ്പോ തലവേദന മാറും. ഓ, കുഞ്ഞേ, പറഞ്ഞു വരുമ്പോ ദിവാകരൻ ഒറ്റയ്ക്കാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ദിവാകരനെ അടുത്തറിയാന്നുണ്ട് ഞാൻ പറയുക. സംഗതി പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഇത്രയും പോലീസുകാരുള്ളപ്പോ ദിവാകരൻ സാറിന് എന്ത് ചെയ്യാനാ? എന്ന് പറഞ്ഞ സാറിന് വെറുതെ ധൈര്യം കൊടുത്തു. എന്നിട്ട് സാറിന് കിട്ടേണ്ടത് കിട്ടുമ്പോ സാറ് പഠിക്കും. പൂക്കുഞ്ഞേ, ഇതേപോലെ നട്ടലിന് ബലമില്ലാത്തവന്മാരൊക്കെ ആരാണോ പോലീസിലെടുത്ത്? എന്റെ നട്ടലിന്റെ ബലമല്ല ഇവിടെ പ്രശ്നം, സാറിന്റെ ആയുസിന്റെ ബലമാ പ്രശ്നം. വേറെ സാറേ, കനകാമനം പറഞ്ഞതിലും കാര്യമുണ്ട്. ആള് ദിവാകരനാ. അവന് മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. എന്ത് സംഭവിക്കാം, പറഞ്ഞില്ലാന്ന് വേണ്ട. എല്ലാരും കൊള്ളാം. എടാ, തന്നെയൊക്കെ ആരാടോ പോലീസിലെടുത്ത്? ഒരു ദിവാകരനെ പേടിച്ച് എത്ര നാളിങ്ങനെ ജോലിയില്ലാതെ ജീവിക്കും? അയ്യോ, പേടി കൊണ്ടല്ല സാറേ. ദിവാകരൻ ഒറ്റയ്ക്കായിരിക്കും, പക്ഷെ അവൻ ബോധമില്ലാത്തവനാ. ബോധമില്ലാത്തത് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അവന് തിരിഞ്ഞു പിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ സത്യപാലൻ സാറിന്റെ കാര്യം അങ്ങനെയാണോ? സത്യപാലൻ സാറിന് ഭാര്യയും കൊച്ചുണ്ട്. ദിവാകരനെ പോലെ മുന്നും പിന്നും നോക്കാതെ വെട്ടൊന്നേ മുറിയുണ്ടെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റത്തില്ല. അതൊക്കെ മനസ്സിലാവണമെങ്കിലേ കുടുംബത്തുള്ളവരോട് സ്നേഹം വേണം. എന്നെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറഞ്ഞത്. അതെ, എനിക്ക് ഇത്രയും സ്നേഹമേ ഉള്ളൂ. സത്യപാലൻ സാറിന്റെ സ്ഥാനത്ത് കനകാംബരൻ സാറായിരുന്നെങ്കിൽ ഞാൻ ചിരിച്ച് 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 മരിച്ചേനെ. അതെനിക്കറിയാം. ഞാനൊന്ന് ചത്തുകിട്ടാ ഇവിടെ പലരും കാത്തിരിക്കില്ലേ? അതെ, എന്താ സംശയം? ഓ, ദൈവത്തെ ഓർത്ത് രണ്ടുപേരും നിർത്താമോ? അകത്തൊരാൾ പ്രാണം കൈപ്പിടിച്ചിരിക്കുക. ആ സമയത്താ നിങ്ങൾ രണ്ടുപേരുടെ ഒടുക്കത്തെ വഴക്ക്. അദ്ദേഹത്തിന് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കും. സത്യേട്ട ചായ. തലവേദന കലശലാണെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഒരു നിസ്സാര തലവേദനയ്ക്ക് എന്തിനാ ആശുപത്രി പോണേ? ഒരു നിസ്സാര തലവേദനയ്ക്ക് ലീവ് എടുക്കാമെങ്കിൽ പിന്നെ എന്താ ഹോസ്പിറ്റലിൽ പോയാല്? ആർച്ചേ, ഞാനിതൊക്കെ സഹിക്കുന്നത് നിനക്കും മോക്കും വേണ്ടിയിട്ടാണ് കേട്ടാ. എന്ത് സഹിക്കുന്നു? ഈ തലവേദന. നീ ഒന്ന് എഴുന്നേറ്റ് പോയേ. പോകുന്നേ, ഞാൻ ആലോചിക്കായിരുന്നേ, ഒരു 2 ദിവസം ഞാൻ ലീവ് എടുത്ത് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നാലോ? അപ്പോൾ
എന്നെ കാണാതെ വരുമ്പോൾ അവൻ്റെ മനസ്സൊക്കെ ഒന്ന് തണുത്ത് എന്നോട് ദേഷ്യമൊക്കെ അങ്ങ് മാറും. അപ്പം അവൻ തിരിച്ചു പോകില്ലേ? അത് മണ്ടത്തരമാണ് സാറേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും സേഫ് നമ്മൾ ഈ പോലീസ് സ്റ്റേഷനാണ്. സാറ് ലീവ് എടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അല്ല കുഞ്ഞ്, അതിലും പ്രശ്നമുണ്ട്. എന്ത് സാർ? കാലത്തെ വീട്ടിൽ നിന്ന് സ്റ്റേഷൻ വരെ വരണം, പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ടും പോകണമല്ലോ. അപ്പം ആ പോക്കും വരും റിസ്ക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സാർ ലീവ് എടുത്ത് വീടിനകത്ത് തന്നെ ഇരിക്കണം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, വാതിലുകളും ജനലുകളും അടച്ചിടണം. ആ കോമ്പൗണ്ട് വിട്ട് സാർ കൊന്നാലും പുറത്തു പോകരുത്. ഗേറ്റും അടച്ചിട്ടേരെ. ഗേറ്റിനടുത്ത് അവൻ വന്നാൽ സാർ ഓടി വീട്ടിനകത്ത് കയറി വാതിൽ അടച്ചാൽ മതി. അതേ നിവൃത്തിയുള്ളൂ. പൂക്കുഞ്ഞിപ്പം വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഞാൻ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഒരിക്കലല്ല പൂക്കുഞ്ഞ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആത്മവിശ്വാസം പോകില്ലേ? പിന്നെ ഏതെങ്കിലും പോലീസുകാരെ ക്രിമിനലിനെ പിടിക്കാൻ തയ്യാറാവോ? സത്യം പറഞ്ഞ അന്ന് സാർ ദിവാനെ പിടിക്കാൻ പോയപ്പോൾ ഞാനും കൂടെ വരാത്ത എൻ്റെ ദൈവാധീനം, എൻ്റെ വീട്ടിലുള്ളവരുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അവ എന്നെ ഇപ്പൊ വെറുതെ വിടുവായിരുന്ന. സാറേ, സാറ് വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങണ്ട, അതാണ് നല്ലത്. അവ 2 ദിവസം അവിടെ കറങ്ങിട്ട് അവനങ്ങ് പൊക്കോളും. പോകായിരിക്കും അല്ലേ? പോകും സാർ, പോകും. പോയല്ലേ പറ്റൂ. അതെ. ആർച്ചേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നമുക്കേ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? ഇപ്പോഴോ? ഞാനിന്നലെ അച്ഛന് സ്വപ്നം കണ്ട്. സ്വപ്നത്തിലെ അച്ഛൻ എൻ്റെ അടുത്ത് കുറേ ദേഷ്യപ്പെട്ട് ഞാൻ അങ്ങോട്ട് പോവാത്തോണ്ടേ എനിക്ക് തോന്നുന്നു ചിലപ്പം അതുകൊണ്ടായിരിക്കും എൻ്റെ തലവേദന മാറാത്തേന്ന് കേട്ടോ. 3 മാസമായിട്ട് ഇതും പറഞ്ഞ് ഞാൻ സത്യേട്ടന്റെ പുറകെ നടന്നു. എന്നിട്ട് സമ്മതിക്കാത്ത സത്യേട്ടൻ ഇപ്പൊ എന്ത് പറ്റി? നമുക്കേ പോയിട്ടൊരു 2 ദിവസം അവിടെ നിന്നിട്ട് വരാം. അച്ഛന് കുറേ സന്തോഷാവും. ഒരു തലവേദനയുടെ കാര്യം പറഞ്ഞ് സത്യേട്ടന് 3 ദിവസം ലീവ് എടുക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, എനിക്ക് നാളെ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പിന്നെ മോളുടെ സ്കൂളോ? ആർച്ചേ, ഈ ലോകത്തിൽ അതൊക്കെയാണോ ഏറ്റവും വലുത്? പിന്നെ എന്താ? വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ആർച്ചയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ, എനിക്കിപ്പോ പഞ്ചായത്ത് കമ്മിറ്റിയും മോളുടെ സ്കൂളും തന്നെ പ്രധാനം. ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്ത് അടങ്ങുന്ന തന്നെയല്ലേ? സാർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. SP ഓഫീസിൽ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. പിന്നെ CA വിളിച്ചിട്ടുണ്ടായിരുന്നു. സാർ ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ പോലീസുകാരനല്ലേ, എന്തിനാ പേടിക്കണേ? നമ്മള് എന്തും നേരിടാൻ തയ്യാറായിട്ടാണല്ലോ പോലീസിലേക്ക് വരുന്നേ. ദിവാകരൻ എവിടെയുണ്ടെന്ന് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ചന്ദ്രന്റെ കടയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമേ അയാളെ പിന്നെ ആരും കണ്ടിട്ടുമില്ല. അയാളുടെ വീട്ടിന്റെ പരിസരത്ത് ഒരു CP-നെ ഡ്യൂട്ടിക്ക് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ദിവാറിന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്തെങ്കിലും കണ്ടുപിടിക്കായിരുന്നു. അവൻ പിന്നെ എങ്ങോട്ട് പോയിട്ടുണ്ടാവില്ലേ? ഒരു പിടിയില്ല സാറേ. എന്തായാലും വീട്ടിൽ വരാതിരിക്കില്ലല്ലോ. എന്റെ വീട്ടിലാ? അല്ല, അയാൾ അയാളുടെ വീട്ടിൽ വരാതിരിക്കില്ലല്ലോ. അപ്പൊ നമുക്ക് നോക്കാം സാറേ. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ചീത്തപ്പേര് ഡിപ്പാർട്ട്മെന്റിലാണ്. എന്ത് പറ്റാനാ സാറേ? പോലീസുകാരനെ കൈവയ്ക്കാനുള്ള ധൈര്യമൊന്നും ദിവാകരനില്ല. ഇതെന്താ വെള്ളരിക്കേ പട്ടണോ? എന്ത് പട്ടണമായാലും എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടം എനിക്കല്ലേ. സാറ് ധൈര്യമായിട്ടിരിക്കും. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കയറി വരാനുള്ള ധൈര്യമൊന്നും ദിവാകരനില്ല. അപ്പൊ സാറ് വൈകുന്നേരം വരെ സേഫ് അല്ലേ? പിന്നെ വീട്ടിൽ വന്നാലും സാറ് പുറത്തിറങ്ങണ്ട. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് കോൾ ചെയ്താൽ മതി. അപ്പൊ ഞങ്ങൾ പറന്നെത്തില്ലേ? എത്തിയാ നിങ്ങൾക്ക് കൊള്ളാം. സത്യേട്ടന് ഇതെന്താ അടുക്കളയിൽ തന്നെ കൂടിയോ? തലവേദനയാണെങ്കിൽ പോയി കിടക്ക്. ആർച്ചേ, എനിക്കൊരു ചെറിയ പ്രശ്നം പറയാനുണ്ട്. കുറച്ചുനാൾ മുമ്പേ ദിവാകരൻ എന്ന് പറഞ്ഞൊരു കുത്തുകേസിലെ പ്രതിയെ ഞാൻ പൊക്കി അകത്തിട്ട് കോടതി അവനെ ശിക്ഷിക്കുകയും ചെയ്തു. ഈ കോടതിയിൽ നിന്ന് ജയിലിലോട്ട് കൊണ്ടുപോണ വഴിയില്ലേ അവനെന്റെ മുഖത്ത് നോക്കിയിട്ടൊരു ഭീഷണി, ഞാൻ എന്തെങ്കിലും പുറത്തിറങ്ങും, അന്ന് എന്നെ വകവരുത്തുന്നു. ഇത്രേ ഉള്ളോ? ആർച്ചേ, നീ വിചാരിക്കുമ്പോൾ ഇത് നിസ്സാരമല്ല കാര്യം. ഈ ദിവാകരൻ പറഞ്ഞതുപോലെ ചെയ്യും. സംഗതി പ്രശ്നമാണ് ആർച്ചേ. ദിവാകരൻ എങ്ങോട്ട് പോയി എന്നറിയാത്ത സ്ഥിതിക്ക് അവന്റെ പ്ലാൻ എന്താണെന്ന് ആദ്യം നമുക്ക് ആലോചിക്കാം. സാറേ, ആദ്യം സാറിന്റെ അഡ്രസ്സല്ലേ അവൻ തിരക്കിയത്?
ഓ, അപ്പം മിക്കവാറും അവൻ സാറിന്റെ വീട്ടിൽ വരാനായിരിക്കും സാധ്യത. പക്ഷേ അത് എപ്പോ എങ്ങനെ എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിവാകരൻ എന്തായാലും സ്റ്റേഷനിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അത് കുറവാണ്. ഇനിയുള്ള സാധ്യത സാർ ഇവിടെ നിന്ന് വീട്ടിൽ പോകുന്ന വഴിക്കാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് എങ്ങാനും പതുങ്ങിയിരുന്ന് ആക്രമിച്ചാലോ? അതിന് സാറ് ജീപ്പിലല്ലേ പോകുന്നത്, പിന്നെ എങ്ങനെ പതുങ്ങിയിരുന്ന് ആക്രമിക്കും? അല്ല, ജീപ്പിൽ ഇങ്ങനെ പോകുന്ന സമയത്തെ ഒരു ചെറിയ കല്ലെടുത്ത് ചില്ലെറിഞ്ഞാൽ മതി. ചില്ല് പൊട്ടും, അപ്പുറത്തേക്കും വണ്ടി നിർത്തും, അപ്പം വന്ന് ആക്രമിക്കാലോ. അങ്ങനെയാണെങ്കിൽ അവൻ കല്ലെടുത്തതിന് പറയും ഒരു ബോംബ് എടുത്തെറിഞ്ഞാൽ പോരെ, പിന്നെ ആക്രമണമൊന്നും വേണ്ടല്ലോ. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഓ, ജയിലിൽ നിന്ന് ഇറങ്ങിയവന്റെ കയ്യിലാണോടോ ബോംബ്? ഒന്നും മിണ്ടാതിരിയോടോ. സാറേ, ഈ വീട്ടിലേക്കുള്ള യാത്രയാണ് സൂക്ഷിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ വീട്ടിലോട്ട് പോകുമ്പോ കനകാഭരനും പൂക്കുഞ്ഞും കൂടെ എൻ്റെ അവിടെ വരട്ടെ. ആള് കൂടുതലുണ്ടാകുമ്പോ അവൻ ആക്രമിക്കാൻ മടിക്കും. അല്ല സാറേ, എന്റെ അമ്മാവൻ ഹോസ്പിറ്റലിൽ, അപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പോയേ പറ്റുള്ളൂ അവിടെ. ഒരാഴ്ച മുന്നേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ അമ്മാവനെ കാണാൻ ഇത്രയും നാളായിട്ട് ഈ മനുഷ്യൻ പോയിട്ടില്ല. ഇന്ന് തന്നെ പോകേണ്ട ആവശ്യം എന്താ? അല്ല, അത് സാറേ സമയമുള്ളപ്പോ അല്ല പോകാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു പോയി, അതുകൊണ്ടാണ്. സാറേ, എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ വീട്ടിൽ 3 ഗസ്റ്റുകൾ ഇന്ന് വന്നായിരുന്നേ. ഇന്ന് ലീവ് എടുക്കാതെ ഇങ്ങോട്ട് വന്നതിൽ ഭാര്യ ഭയങ്കര ദേഷ്യത്തിലാണ്. വൈകുന്നേരം നേരത്തെങ്കിലും ചെന്നില്ലെങ്കിലും വൻ വിഷയാവും. സാറിന് അറിയാമല്ലോ, പറയാതെ തന്നെ. നിങ്ങളെയൊക്കെ തിരക്കെനിക്ക് മനസ്സിലാവും. സ്വന്തം കൂട്ടത്തിലുള്ള ഒരാളുടെ ഒരു ആപത്ത് വരുമ്പോ ഓരോ തിരക്കുകൾ ഉണ്ടാക്കി പോകുന്ന കൊള്ളാം, നല്ല ആൾക്കാരാ. സാറേ, സാറ് വിഷമിക്കണ്ട. സാറിന്റെ കൂടെ ഞാൻ വരാം. എന്തിന്? എന്നിട്ട് ലതയെ കൂടി നോക്കേണ്ട ബാധ്യത വെറുതെ ഞാൻ ഏറ്റെടുക്കണതിന്? സാറേ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സാറ് വളരെ സശ്രദ്ധ അത് കേൾക്കണം. സാറ് വീട്ടിൽ ചെന്ന ഉടനെ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടണം. ആര് വന്ന് മുട്ടിയാലും തുറക്കരുത്. അഥവാ തുറക്കണമെന്നുണ്ടെങ്കിൽ ദിവാകരൻ അല്ലാന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ തുറക്കാവൂ. ഇതിന്റെ ഒരു അപേക്ഷയാണ്. സാറേ, ദിവാകരനാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സാർ ഒരു ഫോൺ കോൾ ചെയ്താൽ മതി, ഞങ്ങൾ സ്പോട്ടിലെത്തും. അതെ സാർ, എത്തും. ഒന്നും അല്ലെങ്കിൽ നമ്മൾ പോലീസുകാരല്ലേ സാറേ. വരുന്നടുത്ത് വെച്ച് നമുക്ക് കാണാം. ആ, അങ്ങനെ പേടിക്കാനൊന്നുമില്ല സത്യേട്ടാ. ഒരു പോലീസുകാരനെ എന്തെങ്കിലും ചെയ്യാൻ അവന് ധൈര്യം ഉണ്ടാവൂ? ആർച്ചേ, നീ വിചാരിക്കുന്ന പോലല്ല. ദിവാകരൻ പറഞ്ഞതുപോലെ ചെയ്യും. അതെ, തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടുത്തെ വാതിലെല്ലാം അടച്ചു കുറ്റിയിട്ടിട്ടുണ്ട്. ആരും ഒന്ന് വിളിച്ചാലും ജനലിൽ കൂടെ നോക്കണം, എന്നിട്ടേ വാതിൽ തുറക്കാവൂ കേട്ടോ. ദിവാകരൻ, സ്റ്റേഷനിൽ വിളിക്കാം, ആദ്യം നിവർത്തിയുള്ളൂ. സാറേ, അത് ദിവാരനൊന്നുമല്ല, പവിത്രനാ. പവിത്രൻ, അല്ല ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ്. സാറില്ലേ അകത്തില്ലേ? സാറുണ്ട്, പക്ഷെ സാറിന് സുഖമില്ല. ഒരു ചെറിയ തലവേദന. 2 ദിവസം ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞു. ചെറിയ തലവേദനയ്ക്ക് 2 ദിവസമാണോ ലീവ് എടുക്കുന്നത്? പവിത്ര വന്ന കാര്യം പറയണ്ട്. സാറേ, ഞാൻ ആ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്ന. എന്താ? അവിടെ ആ ദിനേശനും പ്രകാശനും ഇല്ലേ സാറേ, അവന്മാർ പിന്നെ അടിയും പോകണം തുടങ്ങി. ഇന്ന് രാവിലെയൊക്കെ എന്നെ അടിയായി പോകാമെന്ന് അറിയോ സാർ? അതുകൊണ്ട് അവിടെ വരുമെന്ന് പറഞ്ഞ ഈ പ്രശ്നം ഒരു പരിഹാരം ഉണ്ടാക്കി. പവിത്ര, എനിക്ക് വയ്യ, തലവേദനയാണ്. ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ല, ലീവാ. പുറത്തിറങ്ങില്ല, ഞാൻ ഇവിടെ തന്നെ കാണും. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രശ്നം ഉണ്ടായപ്പോഴത്തെ സാറാവാൻ നിലവിട്ട് അത് തീരുമാനമാക്കി തന്നത്. സാറിനെ പേടിച്ചിട്ട് അവന്മാർ ഇത്ര നാളും മിണ്ടാതരുത്. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയേക്കോ അടിയും പോകണം. സാർ എങ്ങനെയും വന്ന് ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവന്മാർ ആ വിജയന്റെ ചായക്കടയിൽ ഇരിപ്പുണ്ട്. സാർ അങ്ങോട്ട് വരണം പ്ലീസ്. ഇപ്പൊ ഞാൻ ചായക്കടയിലോട്ട് വരാൻ നടന്ന തന്നെ. പവിത്രം പോകാൻ നോക്ക്, എനിക്ക് വയ്യാന്ന് പറഞ്ഞല്ലേ പവിത്ര. അയ്യോ, പോലെ 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 ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത്? സാറിന് ആ പഴയ ദിവാകരനെ ഓർമ്മയുണ്ടോ? അവിടെ മറ്റേ കണ്ണൊക്കെ ചുമന്നൊരു പുള്ളിക്കാരൻ. ഞാൻ ഇങ്ങനെ ജംഗ്ഷനിൽ നിൽക്കുമായിരുന്നു. ഈ പുള്ളിയുടെ കയ്യിലാണ് സാറിന്റെ അഡ്രസ്സും ഉണ്ട്. ഭാഗ്യമെന്ന് പറയട്ടെ, ഈ അഡ്രസ്സുമായിട്ട് പുള്ളി എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു സാറിന്റെ വീട്ടിലോട്ട് പോകണം വഴി ഏതാണെന്ന്. എന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. കാരണം സാറിന്റെ കാര്യത്തിൽ എനിക്ക് ഉപേക്ഷ വിചാരിക്കാൻ പറ്റുമല്ല. അങ്ങനെ നമ്മൾ ഇരിപ്പോശം അതാ. അതേടാ, നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം. അതാണ് ഈ പഴി മാത്രം പറഞ്ഞു കൊടുത്തതിന് ഓട്ടോറിക്ഷ അവനെ കയറ്റി വിടാൻ പാടില്ലായിരുന്നു. ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു. ഞാനെന്നാ ഇപ്പൊ അങ്ങോട്ട് ചെല്ലാം. അവിടെ ചെല്ലുമ്പോൾ എന്തായാലും പുള്ളി ആ ജംഗ്ഷനിൽ കാണും. ഞാൻ അവിടെ ചെന്നിട്ട് എന്റെ ഒരു കൂട്ടുകാരന്റെ ഓട്ടോറിക്ഷയിൽ അവനെ ഇങ്ങ് പറഞ്ഞെങ്കിൽ വിടാം. കൊല്ലേ ഞാൻ പവിത്ര. സാറെന്തിനാ സാറ് ഇങ്ങനെ കിടന്നൊരു തിളക്കുന്നേ? ഒന്നുമില്ല പവിത്ര, പവിത്ര പോയിട്ട് അത്യാവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് പോവാം. ബാ. ഇല്ല, എനിക്ക് ചെന്നിട്ട് ഒത്തിരി പരിപാടിയുള്ള സത്യം. എനിക്ക് പോകാൻ സമയമില്ല, അതുകൊണ്ടാ. അല്ലടാ, എനിക്കറിയാം നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് ഞാൻ വേണം.
എനിക്കൊരാവശ്യം വന്നപ്പോ ആരുമില്ല. സാറിന് തന്നെ ഇപ്പൊ ആവശ്യമില്ല. പവിത്ര, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തലവേദനയാണ്, വയ്യാതിരിക്കുകയാണെന്ന്. തലവേദനയൊക്കെ ഒരു ആവശ്യമാണോ? അതിരിക്കാം, കുറച്ചു നേരം സംസാരിച്ചിട്ട് പോകാൻ പവിത്ര. എന്റെ മെമ്പർ ഇതായി എന്നെ ഈ പറയുന്നത്. തലവേദനയുള്ള ഒരാളോട് സംസാരിച്ചിരിക്കാൻ പാടില്ല, പുള്ളിക്ക് തലവേദന കൂടും. ഇത് അങ്ങനത്തെ തലവേദന അല്ല. ഇതിനി എങ്ങനത്തെ തലവേദനയാണെങ്കിലും ശരി, നിങ്ങൾ എനിക്ക് തലവേദന ഉണ്ടാക്കരുത്. എനിക്ക് കുറെ പരിപാടികളുള്ള. ഇനി അടുത്ത പ്രാവശ്യം തലവേദന വരുമ്പോ ഞാൻ വന്നിരുന്ന് സംസാരിക്കും. ഓക്കെ ഓക്കെ. ഗേറ്റ് പൂട്ടിട്ട് പോ. ആർജെ, അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അത് കയറി അതിലടക്കും. ആ ആലീസേ, എന്നാണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. ഡോക്ടറല്ലേ ഇവിടെ? ഹോസ്പിറ്റലിൽ പോവാൻ റെഡി ആവുക. എന്തുണ്ട് രാവിലെ? ഓ ഇല്ല, ഞാൻ രാവിലെ ആ സത്യപാലൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്ന ഒരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് കാര്യം സാധിച്ചാ? ഓ എവിടെന്ന് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് പുള്ളി രാവിലെ ഉടക്കം മൂടാ. എന്തൊടക്ക്? പുള്ളിയുടെ സ്വഭാവം അറിയത്തില്ലേ? ചില സമയത്ത് നല്ല സ്വഭാവമായിരിക്കും, നമ്മളങ്ങ് ചെന്ന് കയറി കഴിയുമ്പോൾ ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. അന്നേരം നമ്മുടെ തോളത്ത് കൈയിടും, പിന്നെ ചായ തരും, ചില്ലറ ചോദിച്ചാൽ അതും കടം തരും. അതും ഓർത്ത് പിറ്റേ ദിവസം രാവിലെ ഓടിയാൻ കൂടി ഒന്ന് കയറിയാലോ. അന്നേരം ഒരുമാതിരി തനി പോലീസുകാരനെ സ്വഭാവം. എന്റെ പവിത്ര, അത് അങ്ങേരുടെ കുഴപ്പമല്ല, ആ പെണ്ണുമ്പുളയുടെ കുഴപ്പമാ. സ്വൈര്യം കൊടുക്കുന്നുണ്ടാവത്തില്ല. വീട്ടില് സ്വസ്ഥത ഇല്ലെങ്കിലേ എല്ലാ ആണുങ്ങളും ചൂടാകും. ദേ ഇങ്ങോട്ട് നോക്കിയേ, പവിത്ര ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നിട്ട് എത്ര കാലമായി? ഇച്ചായനെ എപ്പോഴെങ്കിലും ചൂടാവുന്ന പവിത്രം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? ഞാൻ അങ്ങനെയാ നോക്കുന്നത്. ഒരു ടെൻഷനും ഞാനായിട്ട് ഇച്ചായന് കൊടുക്കത്തില്ല. ഭാര്യമാരായാലേ ഇങ്ങനെ വേണം. ഇച്ചായനെ വിളിക്കട്ടെ ഞാൻ? ഇവിടെ നിൽക്കുന്നു, അതോ അകത്ത് കയറി? ശരി, വിളിക്കാട്ടോ. ഇച്ചായ, ഉള്ള കാര്യം ഞാൻ പറയാലോ. വീട്ടിലൊരു വീട്ടുജോലിക്കാരിയെ വെക്കണമെന്ന് ആലീസ് പറഞ്ഞപ്പോൾ സാറ് സമ്മതിക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ചത്. എന്റെ പൊന്ന് പവിത്ര, എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ട് വെക്കുന്നതൊന്നും അല്ല. ഈ സാധനത്തിനെ കൊണ്ടു നടക്കുന്നതിന്റെ പാട് പവിത്രന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവള് എന്നാ പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ നടക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പവിത്രൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ചാൽ മനസ്സിലാവും. എന്താ പവിത്ര രാവിലെ? അത് വിട് പോട്ടെ. അല്ല സാറേ, ഞാനേ നമ്മുടെ ഈ കവലയിൽ പൊരിഞ്ഞ അടി നടക്കുക. ആ ദിനേശനും പ്രകാശനും തമ്മിൽ. തന്റെ വീതം വെച്ചപ്പോഴത്തേക്കും പ്രകാശന് കൂടിപ്പോയെന്ന് ദിനേശന് കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് പ്രകാശൻ. സത്യപാലൻ സാർ ഇടപെട്ടാലേ ഈ സംഭവം തീരുവുള്ളൂ. അത് പറയാൻ വേണ്ടി പുള്ളിയുടെ അടുത്തോട്ട് ഞാൻ ഒന്ന് ചെന്നതാ. പുള്ളി കാണ്ടാമൃഗം ചാടുന്നവരെ എന്റെ നേരെ കിടന്ന് ചാടുക. എന്തെങ്കിലും കാരണം ഉണ്ടാവും. മനുഷ്യരെപ്പോഴും ഒരുപോലിരിക്കും. പണ്ട് ഇവിടെ ഒരു ഗുണ്ട ഉണ്ടായിരുന്നു, ദിവാകരൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ ഒരു കത്തിക്കുത്ത് കേസിനകത്ത് ഈ സാറാ പുള്ളിയെ പിടിച്ച് അകത്തിട്ടത്. ഇപ്പൊ ദിവാകരൻ പരവളിന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ജംഗ്ഷനിൽ നിന്നപ്പോഴത്തേക്കും എന്നോട് വന്ന് ഈ പുള്ളിക്കാരന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ സാറിന്റെ കറക്റ്റ് അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. അതിലൊരു പ്രശ്നം ഉണ്ടല്ലോ പവിത്ര. അറസ്റ്റ് ചെയ്ത പോലീസുകാരന്റെ അഡ്രസ്സ് പരോളിലിറങ്ങിയ പ്രതി വന്ന് ചോദിക്കണമെങ്കിൽ എന്തോ ഒരു കുഴപ്പമില്ലേ? ഞാനാണെ അത്ര ഊർത്തുമില്ല. ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇടപെടാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഡോക്ടർ എന്നാ വർത്താനം പറയുന്നത്? നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ പോലീസ്, അല്ലാതെ പോലീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലോ നാട്ടുകാർ. സമൂഹം എന്ന് പറഞ്ഞാൽ പരസ്പര പൂരിതമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. ഓടി അങ്ങ് ചെല്ല് സഹായിക്കാൻ വേണ്ടിയിട്ട് സത്യപാല സാറിനെ. അപ്പൊ പുള്ളി പറയും ദിവാകരന്റെ വെട്ടുകൊണ്ട് ചത്താലും കുഴപ്പമില്ല, ഡോക്ടർ എന്നെ സഹായിക്കണ്ടെന്നേ പറയുള്ളൂ. ഡോക്ടറെ അത്ര ഇഷ്ടമാ പുള്ളിക്ക്. ഏത് നേരത്താണെന്നോ എനിക്ക് അവനെ പിടിക്കാൻ തോന്നിയത്. ഒരു കാര്യമില്ലായിരുന്നു. വേറെ ആരെങ്കിലും പിടിച്ചെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ആർച്ചേ, എനിക്ക് തോന്നുന്നു ഒക്കെ സത്യന്റെ തോന്നലാണെന്നാ. അങ്ങനെ ഒരു ദിവാകരൻ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. ആർച്ചേ, പിന്നെ എന്തിനാണ് അവൻ എന്റെ അഡ്രസ് ചോദിച്ചത്? ശരി, അങ്ങനെ ദിവാകരൻ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അന്ന് സത്യത്തെ അടിച്ച് താഴെ ഇട്ട പോലെ ഇന്നും ചെയ്യണം. അന്ന് ഞാൻ മാത്രമൊന്നുമല്ല, നാട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. സത്യത്തില് ആ നാട്ടുകാരിൽ ആരോ എറിഞ്ഞ കല്ലുകൊണ്ടിട്ടാണ് അവൻ വീണത്. ഞാൻ ഒന്നും ചെയ്തില്ല, സത്യം. ആരോ വന്നു. ഞാൻ നോക്കിട്ട് വരട്ടെ, നോക്കാം.
അർച്ചേ, അവനാണ് ദിവാകരൻ. ഞാൻ ഇവിടെ ഒന്ന് വിളിക്കും. ഞാൻ ഇവിടെ വിളിക്കട്ടെ അർച്ചേ. അയ്യോ, അവ ഇവിടെ എത്തി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ സർവീസ് റിവോൾവർ എടുത്തൊന്ന് പൊട്ടിച്ചാലോ? അല്ലെങ്കിൽ അത് വേണ്ട, എന്തെങ്കിലും സംഭവിച്ചിട്ട് കോടതി കേസും ആവും. അർച്ചേ, മുളക് പൊടി ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, വാതിൽ തുറക്കണം, മുളക് പൊടി അവന്റെ കണ്ണിലെറിയാം, പിന്നെ അവനൊന്നും കാണാൻ പറ്റില്ല. അവൻ ഇവിടെ എത്തി. സത്യേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചോ? ഞാൻ ചെന്ന് വാതിൽ ഓർക്കാം. സത്യേട്ടൻ ഇവിടെ ഇല്ലെന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം. അത് വേണ്ട, അവൻ നിന്നെ ഉപദ്രവിക്കും. ഇങ്ങനെയുള്ളവന്മാർക്ക് സ്ത്രീ എന്നുള്ള പരിഗണനയൊന്നും അവര് തരില്ല. എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം അർച്ചേ, എന്തായാലും ഇത്രത്തോളമായി, ഇതുവരെ ആയില്ലേ? ഇനി നെഞ്ചും വിരിച്ച് ധീരമായി ഞാൻ അവനോട് നേരിടാൻ പോവാ. അതെ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ധീരമായി പൊരുതിയാണ് ഞാൻ മരിച്ചതെന്ന് നീ നാട്ടുകാരോടൊക്കെ പറയണം. ദിവാകരൻ പരോളിലിറങ്ങിയതാണല്ലേ? അതെ. പരോളിലിറങ്ങുമ്പോ ചില വ്യവസ്ഥകളൊക്കെ അവിടെ പറഞ്ഞിട്ടില്ലേ? എന്ത് വ്യവസ്ഥ? പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ പരോള് ക്യാൻസൽ ആവും. മാത്രമല്ല, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരോള് കിട്ടില്ല. അതൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് പരോളിൽ ഇറങ്ങി ചെരുപ്പടെ പോയി എന്റെ അഡ്രസ്സ് തപ്പിയെടുത്തത്. ഒരു അഡ്രസ്സ് ചോദിക്കുക കുറ്റകൃത്യമാണോ സാറേ? ധിക്കാരം പറയുന്നു. എന്റെ സ്വഭാവം അറിയാലോ. കുത്തുകേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി അറസ്റ്റ് ചെയ്ത എസ്ഐയുടെ അഡ്രസ്സ് തപ്പി വീട്ടിൽ വന്ന അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ ദിവാകരന്? എന്തായിരിക്കും? നിന്റെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. ഞാൻ ഇടഞ്ഞതാണ്. അറിയാലോ, ഡിപ്പാർട്ട്മെന്റിൽ എന്നെ അറിയപ്പെടുന്നത് തന്നെ ഒരു സത്യപാലൻ. എന്നോട് നീ കളിക്കരുത്. എന്നെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയ കേരള പോലീസ് മുഴുവനും ഇളകി വരും. പിന്നെ നിന്റെ പൊടി പോലും കാണില്ല ദിവാകര. അതിന് ഞാൻ സാറിനെ കാണാൻ വന്നതല്ല, ഞാൻ മെമ്പറെ കാണാൻ വന്നതാ. ഈ വാർഡിൽ താമസിക്കുന്ന വടക്കേടത്തെ ലക്ഷ്മി ഇല്ലേ, അത് എന്റെ അനിയത്തിയ. അവൾ വിധവാ പെൻഷന് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോ ആരോ ഉടക്ക് വെച്ചതാ. അതൊന്ന് മെമ്പർ ശരിയാക്കി തരണം. ഇവിടെ അന്വേഷിച്ചപ്പോ സാറിന്റെ ഭാര്യയാണെന്നാ പറഞ്ഞത്. അതുകൊണ്ടാ വന്ന് കണ്ടത്. ലക്ഷ്മിയോട് എന്നെ വന്നൊന്ന് കാണാൻ പറയും, ഞാൻ ശരിയാക്കി കൊടുക്കാം. ഇനിയിപ്പോ അതിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, പഞ്ചായത്ത് ഓഫീസിലോട്ട് പോയാൽ മതി കേട്ടോ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല മാഡം. സാറേ, മറന്നാലും കുഴപ്പമില്ല. അതിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നീ വരുമ്പോ ശരി സാറേ. ഇങ്ങോട്ട് തന്നേ. എന്തൊക്കെയായിരുന്നു പൂകില്? വെട്ടുകത്തി, വടിവാള്, സർവീസ് റിവോൾവർ, മുളക് പൊടി. ഈ പാവത്തിന് മര്യാദ പഠിപ്പിക്കാനായിരുന്നു ഇതൊക്കെ? അതെ, ഒരു പോലീസുകാരൻ എപ്പോഴും ജാഗരൂകരായിരിക്കണം. ഏത് കോണിൽ നിന്നാണ് ആക്രമണം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല. ഏയ്, സത്യമായിട്ട് പേടിച്ചിട്ടേ. എന്തിന്?